കേരളത്തിന്റെ വേദനയാണെന്ന് വയനാട്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ഇപ്പോഴും ഇന്നും ഈ വാർത്ത നിങ്ങളോട് പറയുമ്പോഴും മരിക്കപ്പെട്ടവരുടെയും കാണാതാക്കപ്പെട്ടവരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് വയനാടിനുള്ളത്. വയനാട് എന്ന് പറഞ്ഞ നമ്മുടെ മനോഹരമായ ഗ്രാമത്തിലെ മനോഹരമായ ഗ്രാമങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. അതോടൊപ്പം എണ്ണപ്പെടാത്ത ജീവനുകളും. എന്നാൽ ഈ വേദനയിലും വയനാടിന് കൂട്ടായി കേരളം മുഴുവനും, ലോകം മുഴുവനും, ഇന്ത്യ മുഴുവനും കൈകോർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ഒരു ഭാഗം ഇന്ത്യൻ ആർമിയുടെ തന്നെയാണ്. വേറൊന്നുമല്ല, ദുരന്തമുഖത്ത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഒരു പാലമാണ് തകർന്നടിഞ്ഞു പോയത്. ആ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പാലങ്ങൾ തകർന്നടിഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും അധികം ദുഷ്കരമായി മാറിയതെന്ന് നാട്ടുകാർ പറയുമ്പോഴും അത് മനസ്സിലാക്കി ദൗത്യ സംഘം, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി അവിടെ എത്തുകയും അതിനുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി അവർ വരികയും ചെയ്യുകയും ചെയ്ത് 38 മണിക്കൂറിനകമാണ് ബെയിലി പാലം എന്ന ദ മാജിക്കൽ ബ്രിഡ്ജ് അവിടെ നിർമ്മിക്കുകയുണ്ടായത്. ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടാണ് ഇന്ന് സർവ്വ വണ്ടികളും സന്നാഹങ്ങളും സുരക്ഷാ സാമഗ്രികളും സുരക്ഷിതമായിട്ട് പാലത്തിലൂടെ പോവുകയും ഇപ്പോഴും ആൾക്കാരെ മണ്ണിനടിയിൽ ജീവന്റെ തുടുപ്പുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി തെരച്ചിൽ നടത്താൻ സാധ്യമാകുന്നുവെന്ന് നമുക്ക് പറയാതെ വയ്യ. ബെയിലി പാലം നിർമ്മിച്ചതിന്റെ പിന്നിൽ നമ്മുടെ മലയാളികളും അതോടൊപ്പം തന്നെ ധീരവനിതയായ സീതാ ഷെൽക്കെ എന്ന ഒരു ധീരവനിതയും കൂടെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ് അഭിമാനം കൂടുന്ന. മഹാരാഷ്ട്രയിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് IPS മോഹിച്ച് അവസാനം ആർമിയിലേക്ക് എത്തിയ ധീരവനിത, അവരെയും നമുക്ക് നമിക്കാതെ തരമില്ല. അവരെ നമ്മൾ പേരെടുത്ത് പറയുമ്പോഴും പത്രക്കാരുടെ മുമ്പിൽ, മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അവർ പറയുന്നത്, എന്റെ പേരുകൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ സീതാ ഷെൽക്കെ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാനൊരു സോൾജിയർ ആണ് എന്നാണ് പറയുന്നത്. അവരുടെ വിനയമാണ്. പക്ഷെ അവര് നേതൃത്വം നൽകിയ ഒരുപാട് ദുരന്തമുകളിൽ നേതൃത്വം നൽകി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ധീര മേജറാണ് അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. തീർച്ചയായിട്ടും കേരളം ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത പേരുകളിൽ ഒന്നാണ് ആർമിയിലെ സീതാ ഷെൽക്കെ എന്ന് പറയുന്നത്. അതോടൊപ്പം വയനാട് ഹൃദയം നുറുങ്ങുന്ന വേദനയായി കേരളത്തിന് മാറുമ്പോഴും നമ്മുടെ നാട്ടിലെ പ്രേ ഫോർ വയനാടിന് പകരം ഡു ഫോർ വയനാട് എന്ന ടാഗ് ലൈൻ ഇട്ട് ഒരുമിച്ചാണ് കേരള മക്കൾ വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൽ സെലിബ്രിറ്റീസിനെ നമുക്ക് മറക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള സെലിബ്രിറ്റികൾ, പിന്നെ നമ്മുടെ നാട്ടിലെ മഹാനടന്മാര്, പ്രത്യേകിച്ചും നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹം മഹാനടൻ എന്നുള്ള ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസ് അഴിച്ചു വെച്ചിട്ട് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആയിട്ടാണ് ഇന്ന് മേപ്പാടിയിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് കൊടുത്ത ആർമി ഓണററി പദവി കൊടുത്ത എല്ലാവർക്കും അറിയാം. ആ ലഫ്റ്റനന്റ് കേണൽ യൂണിഫോം അണിഞ്ഞ് ദുരന്തമുഖത്തെ ഒരു ദൗത്യ സേനാംഗമായിട്ടാണ് അദ്ദേഹം മേപ്പാടിൽ എത്തിച്ചേർന്നത്. ആ മേപ്പാടിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹം വെറുതെ ചെന്നതല്ല, അദ്ദേഹം നേരിട്ട് കണ്ട്, അദ്ദേഹം ആ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ, അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നേരിട്ടറിഞ്ഞാൽ മാത്രമേ ദുരന്തമുഖത്തിന്റെ ആഴം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് നമുക്കിനി വിലപിക്കാൻ സാധിക്കില്ല. ഇനി മുന്നോട്ട് എന്ത്, അതാണ് ഞാനും എന്റെ പ്രവർത്തകരും നോക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ എന്റെ സേനാംഗങ്ങളും നോക്കുന്നതെന്നാണ് അദ്ദേഹം ബെയിലി പാലത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിലുള്ള വിശ്വ ശാന്തി ട്രസ്റ്റിന്റെ കീഴിലുള്ള അദ്ദേഹം ഡയറക്ടർ ആയിരിക്കുന്ന ട്രസ്റ്റിന്റെ കീഴിൽ നിന്ന് 3 കോടി രൂപയാണ് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായിട്ട്, അതിന്റെ പ്രോജക്റ്റിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും കൂടുതൽ തുക ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വിശ്വശാന്തി ട്രസ്റ്റ് തയ്യാറാണെന്ന് അദ്ദേഹം നമ്മുടെ പ്രിയ ലാലേട്ടൻ ലഫ്റ്റനന്റ് കേണൽ ലാൽ സർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെയും കേരളത്തിന്റെ നന്മ തന്നെയാണ്. വെറുതെയല്ല കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഒരുപാടിടങ്ങളിൽ നിന്ന് നന്മയുടെ കരങ്ങൾ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ, അതുപോലെ നമ്മുടെ നാടിനെ ഏറ്റെടുക്കാൻ, മരിച്ചുപോയ കുഞ്ഞുങ്ങളെ വളർത്താൻ, അവർക്ക് പാല് കൊടുക്കാൻ കേരളം ഒന്നാകെ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന, പ്രളയം കഴിഞ്ഞ് ഇതാ ഇപ്പൊ വയനാടിനായിട്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗമാണ് വേദന കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്നത്. ആ വിറങ്ങലിനെ ആശ്വാസത്തിന്റെ കുളിരാകാനായിട്ട് അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ആർമി, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഇനി ഏത് ദുരന്തം ഉണ്ടായാലും നമ്മളെ രക്ഷിക്കാൻ ഇന്ത്യൻ ആർമി പറന്നിറങ്ങുന്ന കാര്യം നമുക്ക് പ്രളയത്തിന് മനസ്സിലായതാണ്. രണ്ടാമത്തെ, നമ്മളെ പാലം നിർമ്മിച്ച ഉരുക്ക് പാലം, ബെയിലി പോലുള്ള മാജിക്കൽ ബ്രിഡ്ജ് എന്ന് തന്നെ ബെയിലി പാലത്തെ പറയേണ്ടി വരും. ബിക്കോസ് അതൊരു മാജിക്കൽ ബ്രിഡ്ജ് തന്നെയാണ്. ഏത് ദുരന്തമുഖത്തും ഏത് ദുഷ്കരമായ രീതിയിലും തടിയും ഉരുക്കും സെറ്റ് ചെയ്ത് വെച്ച് കൈകൊണ്ട് മുറുക്കാവുന്ന, അല്ലെങ്കിൽ കൈകൊണ്ട് സെറ്റ് ചെയ്യാവുന്ന അതിനൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ള സഹായങ്ങൾ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും ഉറപ്പോടുകൂടി നിർമ്മിച്ചു കൊടുക്കാവുന്ന ഒരു പാലം തന്നെയാണ് ബെയിലി പാലം. ആ ഒരു മാജിക്കൽ ബ്രിഡ്ജ് ഇപ്പോൾ വയനാടിനും സ്വന്തമായിരിക്കുകയാണ്. ഇത് ആദ്യം നിർമ്മിച്ച 36 വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിലാണ്. അത് 36 വർഷങ്ങൾക്ക് ഇപ്പോഴും അത് നിൽക്കുന്നു. സീതാ ഷെൽക്കെ എന്ന ധീരവനിതയോട്, മേജറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എത്ര കാലം വേണമെങ്കിലും ഈ പാലം ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചു തന്ന് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സുഗമമാക്കി തന്ന ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.